പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് പുറത്തുവരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിക്കും എന്ന വിവരം തന്നെയാണ്. അത്തരത്തിൽ പാർട്ടി തീരുമാനമെടുത്തു കഴിഞ്ഞു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതികളുടെ വലിയ പ്രവാഹമാണ് എന്ന വിവരവുമുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉടൻ മാറ്റും, പുതിയ പകരം ചുമതല നൽകും. ദീപാദാസ് മുൻഷി കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മാത്രം 6 പരാതികൾ കിട്ടിയെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും നടപടി ആവശ്യപ്പെട്ട് പരാതി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം. ഡാൻ കുര്യൻ ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കും. ഡാന്, രാഹുലിന്റെ കാര്യം ഇനിയും അത്ര എളുപ്പമല്ല. നേരത്തെയും നിരവധി ആരോപണങ്ങൾ രാഹുലുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും മുഖമില്ലാത്ത ആരോപണങ്ങൾ എന്ന കുറ്റപ്പെടുത്തലായിരുന്നു. ഇപ്പോൾ പരസ്യമായി പേര് പറഞ്ഞ് ആളുകൾ പ്രതികരിച്ചു തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് രാഹുലുമായി ബന്ധപ്പെട്ട്? തുടർച്ചയായ ആരോപണങ്ങളിൽ പാർട്ടി വലിയ തരത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇനി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് ദേശീയ നേതൃത്വം തന്നെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 6 പരാതികളാണ് AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് മാത്രം ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 6ന് മുകളിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് അനൌദ്യോഗികമായ സൂചനകൾ പുറത്തുവരുന്നുണ്ട്. പക്ഷേ 6 പരാതികൾ ലഭിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. സമാനമായ തരത്തിൽ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി ഇതിൽ ഇടപെടൽ നടന്നിട്ടില്ല എന്ന വിമർശനവുമായി ഈ പരാതി ഉന്നയിച്ചവർ ദേശീയ നേതൃത്വത്തെയും സമീപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ചിലർ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഈ വിഷയങ്ങൾ മുഴുവൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളെയും ഈ കേരളവുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ കൈമാറാൻ ഒരു പറ്റം വനിതാ നേതാക്കൾ തന്നെ ശ്രമിച്ചിട്ടുണ്ട് എന്ന സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം യുവനടി കൊച്ചിയിൽ നടത്തിയ വിവാദ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഈ സംഭവത്തിന്റെ ഗൌരവം വർദ്ധിക്കുകയും അത് പാർട്ടിയെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. പേര് പറയാതെ പറഞ്ഞാണ് ഈ യുവനടിയുടെ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് എങ്കിലും അത് കൃത്യമായി ആരെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ആർക്കും തന്നെ സംശയമില്ല. ഈ പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇന്നലെ ഈ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്ന റിനി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇന്നലെ ഈ യുവനടി നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നടപടി മുഖം രക്ഷിക്കാൻ അനിവാര്യതയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. രാഹുലിന്റെ പ്രൊട്ടക്ടേഴ്സ് ആയിരുന്ന, രാഹുലിനെ സംരക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ രാഹുലിന്റെ ഗോഡ് ഫാദേഴ്സ് ആയിരുന്ന പല നേതാക്കളും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ VD സതീശൻ വാർത്താ സമ്മേളനം മാറ്റിവെച്ചു, മാധ്യമങ്ങളെ കാണാതിരുന്ന് മാറ്റിവെച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഷാഫി പറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവും പ്രതികരിക്കാൻ നമ്മൾ രാവിലെ മുതൽ ബന്ധപ്പെടുമ്പോൾ തയ്യാറാകുന്നില്ല. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പാർട്ടി പോവുകയാണ്. വലിയൊരു പോർക്കളത്തിൽ നിൽക്കുമ്പോഴാണ്, തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന പശ്ചാത്തലത്തിലാണ് അവർ മുഖമായി ഉയർത്തിക്കാട്ടിയ ഒരു നേതാവ് ഇത്തരത്തിൽ കുടുങ്ങുന്നത്. അതും ചെറിയ ആരോപണമല്ല, വലിയ വലിയ പരാതികൾ ഇനിയും വരാനിരിക്കുന്നു എന്നാണ് അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ. ഇത് വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പാർട്ടിയെ ഒന്നാകെ. അങ്ങനെയും കരുതണമല്ലോ. കാരണം യുവമുഖങ്ങളുടെ പച്ചപ്പിൽ പിടിച്ചു കയറാൻ എല്ലാ ശ്രമങ്ങളും നടത്തി വന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് വ്യക്തമായി പറഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത ഗ്രൂപ്പ് മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ കോൺഗ്രസിലെ ഒരു വിഭാഗം, അതായത് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ രാഹുൽ, ഷാഫി, VD ത്രയങ്ങൾ എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോർമാറ്റ് കേരളത്തിൽ രൂപം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെയായിരുന്നു മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള അതിർത്തി പരസ്യമാക്കലും വിമർശനങ്ങളുമൊക്കെ ഉയരുന്ന സാഹചര്യം മറുവശത്ത് നിന്നുണ്ടായത്. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊടുക്കുന്നതിനിടയിൽ PV അൻവറുമായി കോൺഗ്രസിന്റെ ഔദ്യോഗികമായി നേതൃത്വം അറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ രാത്രി സന്ദർശനം അത് പാർട്ടിയിലുണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതല്ല. അവിടം തൊട്ട്
വി.ഡി. സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള വ്യക്തിബന്ധത്തിൽ വിള്ളൽ വീണ് തുടങ്ങിയിരുന്നു എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അവിടെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട് തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശക്തമായ താക്കീത് നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന വിവരങ്ങളാണ് നമുക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനം വി.ഡി. സതീശൻ തന്നെ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് നടത്തിയെന്ന സൂചനകൾ കൂടി പുറത്തുവരുന്നുണ്ട്. അവിടെ തൊട്ട് അവരുടെ വ്യക്തിബന്ധത്തിൽ വിള്ളൽ വീണ് തുടങ്ങിയതാണ്. പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിൽ സമൂഹ മാധ്യമങ്ങളുടെ അടക്കം പ്രചരിച്ച വലിയ വിവാദമായ വിഷയങ്ങളിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് രാഹുലിനെതിരെ വ്യക്തിഹത്യ നടക്കുകയാണ് എന്ന നിലപാടെടുത്തുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിരുന്നില്ല. അതായത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് നേരത്തെ ലഭിച്ച പരാതികളിൽ കഴമ്പുണ്ട് എന്ന വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നിട്ടും പാർട്ടി നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകളെ നേരിടാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന ചുമതലയുള്ള ഒരു നേതാവിനെതിരെ പാർട്ടി തലത്തിൽ നടപടിയെടുത്താൽ ഉയർന്നു കേട്ട മുഴുവൻ ആരോപണങ്ങളും ശരിയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതിന് പാർട്ടി മുഴുവൻ വില കൊടുക്കേണ്ടി വരുമെന്ന ഒരു നിലപാടിലേക്ക് ഒരു വിഭാഗം നേതാക്കൾ എത്തുകയായിരുന്നു. പക്ഷേ അപ്പോഴും മറുവിഭാഗം അതിനെ എതിർത്തത് ഇപ്പോൾ ഒരു ശുദ്ധികലശം നടത്തിയാൽ പാർട്ടിയാണ്, പ്രസ്ഥാനമാണ് വലുത്, വ്യക്തിയല്ല എന്ന സന്ദേശം പ്രവർത്തകർക്ക് കൊടുക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് മുഴുവൻ നാണം കെട്ടതിന് ശേഷം ഒരു നടപടിയിലേക്ക് പോയാൽ വ്യക്തിയും പാർട്ടിയും ഒരുപോലെ വികൃതമാക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതിന് തുടരുക. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ